വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി കനത്ത മഴയിൽ തിരുവനന്തപുരം നഗരം വെള്ളത്തിനടിയിൽ ആയിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മെറിൻ മേരി ചാക്കോ അവിടെ നിന്ന് തത്സമയം ചേരുകയാണ്. മെറിൻ, എന്താണ് അവിടുത്തെ സ്ഥിതി? പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെ? ജനങ്ങളുടെ പ്രതിഷേധം ഒക്കെ അജിംഷാദ്, പ്രധാനമായും തെക്കൻ ജില്ലയിൽ ഇന്നലെ മുതൽ തുടങ്ങുന്ന ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. പ്രധാനമായും തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം തന്നെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. റോഡുകളെല്ലാം തന്നെ വെള്ളക്കെട്ടിൽ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു വെള്ളക്കെട്ട് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രധാനമായും പലയിടത്തും തലസ്ഥാനത്തിന്റെ പലയിടത്തും വൻ ഗതാഗത കുരുക്ക് തന്നെയാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പ്രത്യേകിച്ചും താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാണ്. പ്രധാനമായും ഇന്നലെ മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ ഏകദേശം 8 സെന്റിമീറ്ററോളം അളവിൽ മഴയാണ് ലഭിച്ചത്. ഇന്നും അതേപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള ഒരു മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിൽ തന്നെയാണ്. മെറിൻ, വളരെ കാലമായി തമ്പാനൂർ അടക്കം, അതായത് തിരുവനന്തപുരം തലസ്ഥാന നഗരം എപ്പോഴും ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളത്തിനടിയിലാകും. ഈ സാഹചര്യമാണ്. അധികൃതർ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചതിന് ശേഷവും ഈ സ്ഥിതി തുടരുന്നു എന്നത് ഗൗരവമല്ലേ മെറിൻ? തീർച്ചയായും അജിംഷാദ്, വർഷങ്ങളായി തന്നെ തലസ്ഥാനവാസികൾ അനുഭവിക്കുന്നതാണ് ഈ വെള്ളക്കെട്ട്. അതിൽ പ്രധാനമായിട്ടും എപ്പോഴും മഴയുണ്ടായാലും ചെറിയ മഴയുണ്ടായാൽ പോലും പ്രധാനമായും തമ്പാനൂര് അതേപോലെ തന്നെ കിഴക്കേക്കോട്ട ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് തലസ്ഥാനവാസികൾക്ക് ചെറുതൊന്നുമല്ലാത്ത ഒരു ദുരിതം തന്നെയാണ് ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണയും വെള്ളക്കെട്ടിൽ നിന്നും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു മോചനം തലസ്ഥാനവാസികൾക്ക് ഉണ്ടായില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടുന്ന ഒരു വസ്തുത. പ്രധാനമായും ചീഫ് സെക്രട്ടറി മെറിൻ കേൾക്കാമെങ്കിൽ തലസ്ഥാനത്തെ ഓടകളെല്ലാം തന്നെ, അതായത് ഓപ്പറേഷൻ അനന്തയുടെ പേരിൽ വെട്ടിപ്പൊളിച്ചു, ഒരുപാട് കുഴികൾ ഉണ്ടാക്കി, അതുമൂലം ഒരുപാട് ദുരിതങ്ങൾ ഇപ്പോൾ ജനങ്ങൾക്ക് പേറേണ്ടി വരുന്നു. ആ അവസ്ഥ കൂടിയില്ലേ? നാട്ടുകാരെന്താണ് പറയുന്നത്? അവരോട് ചോദിക്കാൻ പറ്റുമെങ്കിൽ ചോദിക്കാം. തീർച്ചയായും അജിംഷാദ്, തികഞ്ഞ ഒരു ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ കാരണം അത് തുടരാനാകുന്നില്ല. ഇത്തവണയും തിരുവനന്തപുരം നഗരം വെള്ളത്തിനടിയിൽ തന്നെ. മഴ പെയ്തതോടുകൂടി തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലായിരിക്കുന്നു. ജനങ്ങൾക്ക് വളരെ ദുരിതമാണ് ഇതുണ്ടാക്കുന്നത്. ഈ വെള്ളക്കെട്ട് മാറ്റാനായി രൂപീകരിച്ച ഓപ്പറേഷൻ അനന്തയുടെ പേരിൽ കുഴിച്ച കുഴികൾ കൂടുതൽ ദുരിതം വിതയ്ക്കുന്ന കാഴ്ചയാണ് അവിടെ നിന്ന് നമുക്ക് കാണാനാകുന്നത്. തത്സമയ ദൃശ്യങ്ങൾ സഹിതം വിവരങ്ങളാണ് മെറിൻ മേരി ചാക്കോ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.